ഹലോ. അപ്പോൾ നമ്മളിപ്പോൾ ഹോങ്കോങ്ങിൽ നിന്ന് ഞാൻ മംഗോളിയൻ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി ഹോങ്കോങ് എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പോൾ യൂഷ്വലി ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യാറില്ല, പക്ഷേ ആക്ച്വലി ഇതെൻ്റെ മെമ്മറീസാണ്. എൻ്റെ മെമ്മറീസും ഇത്തരം ഫോണിൽ സേവ് ചെയ്യുന്നതിൽ നല്ലത് എനിക്ക് തോന്നി ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം അതാകുമ്പോൾ അവിടെ കിടക്കുകയും ചെയ്യും, നമുക്ക് എപ്പോഴാണ് എടുത്ത് നോക്കുകയും ചെയ്യാം, എല്ലാം റെക്കോർഡിക്കലി അവിടെ ഉണ്ടാവുകയും ചെയ്യും. സോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാൻ പോകുന്നത് ഇനിയിപ്പം ഹോങ്കോങ് എയർപോർട്ടിലേക്കുള്ള വഴിയുള്ള ഓരോ റൂട്ടുകളും അവിടുത്തെ കുറേ സംഭവങ്ങളൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അതുപോലൊക്കെ നമ്മുടെ ഹോങ്കോങ്ങിലേക്കുള്ള അവിടെ ബിൽഡിംഗ് ആണ്. അപ്പം ഇവിടെ എല്ലാം മോസ്റ്റ് ഓഫ് ദം ഡബിൾ ടെക്കർ ബസ്സാണ് ഇവിടെ ഉള്ളതെല്ലാം. ഇവിടെ കൂടുതലും ഡബിൾ ടെക്കർ ബസ്സുകളാണുള്ളത്. പിന്നെ എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതുപോലെ ഇവർ ഭയങ്കരമായിട്ട് നാച്ചുറൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ലൈക്ക് ഇവിടെ ഏത് ബിൽഡിംഗ് ഉണ്ടെങ്കിലും നമ്മളിപ്പം എന്തെടുത്ത് കഴിഞ്ഞാൽ എത്ര വലിയ ബിൽഡിങ്ങിൽ അതിൻ്റെ മുന്നിലൊക്കെ വലിയ വലിയ മരങ്ങൾ കാണാം. ലൈക്ക് ഇവരുടെ ഒരു പ്രത്യേകത തോന്നിയത് ഇവർ ആ ഒരു നാച്ചുറൽ ഇമ്പോർട്ടൻസ്, ഗവൺമെൻറ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം മരങ്ങൾ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ എല്ലാം ചെയ്യുന്നത്. ഇപ്പം ജസ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ വലിയ ബിൽഡിംഗ് ആണെങ്കിലും റോഡാണെങ്കിലും എല്ലാ സ്ഥലത്തും ഓൾവേസ് ദേ ആർ ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ടു നാച്ചർ ആൻഡ് ട്രീസ്. സോ ഐ തിങ്ക് ഹോങ്കോങ് ഗവൺമെൻറ് എപ്പോഴും ഈ തരം കാര്യങ്ങൾ, അതാണ് അവരുടെ ഒരു ബ്യൂട്ടി. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ അവരുടെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഫസ്റ്റ് തിങ് അവരുടെ ബ്യൂട്ടി. രണ്ടാമത്തെ കാര്യം ഇവരുടെ ട്രാഫിക് റൂൾസാണ് ഭയങ്കരമായിട്ട്. ഇപ്പം എല്ലാവരും എന്താ പറയുക, എല്ലാവരും സീബ്ര ലൈനിലും വെയിറ്റ് ചെയ്യും. ആരും ഒരു ഹറിബറിയായിട്ട് ഓടിക്കടന്ന് പോകുന്നില്ല, വണ്ടികളെല്ലാം പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ആ ഒരു കാര്യമാണ് എനിക്ക് കൂടുതൽ രണ്ട് കാര്യങ്ങൾ ഇവരുടെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നത്. ഞാൻ കാണിച്ചു തരാം. കുറേ പഴയ സ്ട്രീറ്റാണ്. ഞങ്ങളിപ്പോൾ പോകുന്ന ഒരു മംഗോളിയയിലൊരു സ്ട്രീറ്റിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. ഇതാണ് ബസ്സുകൾക്ക് ഒരുപാട് സ്റ്റോപ്പ് ഉണ്ട്. ഇതിപ്പോൾ എയർപോർട്ട് ബസ്സാണ്. കണ്ടോ ഈ ബിൽഡിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നു പഴയ ബിൽഡിംഗ് ആണ്. ബട്ട് റിയലി നൈസ്, കൊള്ളാം. അതുപോലെ എൻ്റെ കൂടെ മംഗോളിയക്ക് തന്നെ പോകുന്ന വേറെ ഒരു ഫാമിലി ഉണ്ട്. ഇവരും മംഗോളിയക്കുള്ളതാണ്. ഞങ്ങളിപ്പോൾ ബസ്സിൽ നിന്നാണ് അവരെ പരിചയപ്പെട്ടത്. What's your name? Tongtak. Mongolia. Okay. Hi guys. ഇവര് നമ്മളെ കൂടെ ഉണ്ട്. ഇവര് ഞങ്ങളിപ്പോൾ ബസ്സിൽ നിന്ന് പരിചയപ്പെട്ടാണ് ഇവിടെ. പിന്നെ കുറേ ഇന്ത്യൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. എനിക്ക് തോന്നുന്നു മലയാളികളെക്കാട്ടും കൂടുതൽ ഇവിടെ തമിഴ് ആൾക്കാരാണ് കൂടുതലുള്ളത്. തമിഴ് ആൾക്കാരും പിന്നെ കൊൽക്കത്ത പീപ്പിൾസ് ഒരുപാടുണ്ട്. ഞാനിപ്പോൾ കണ്ട് പരിചയപ്പെട്ടു. പിന്നെ മൊത്തത്തിൽ കളർഫുൾ ആണ് സംഭവം. ആ ഡബിൾ ടെക്കർ ബസ്സുകൾ തന്നെ റോഡ് നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ എവിടെ പോയാലും മക്ഡൊണാൾഡ് ഉണ്ട്. അതൊരു പ്രത്യേകതയാണ്. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് മഗ്ഡികൾ മംഗോളിയൻ റോഡിലൂടെ മംഗോളിയൻ ഹോങ്കോങ് റോഡിലൂടെ യാത്ര തുടരുവാണ്. ഗൈസ്, പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ നമ്മൾ അറിഞ്ഞപ്പോൾ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, ഹോങ്കോങ് ബേസ്ഡ് ആയിട്ട് ഒരുപാട് വിസ തട്ടിപ്പുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇവിടെ സ്ഥിരമെന്നാണ് ഇവർ പറഞ്ഞത്. അതുകൊണ്ട് പക്ഷേ ഏറ്റവും നല്ല സാലറി കിട്ടുന്ന ഒരു കൺട്രിയാണ് ഹോങ്കോങ്. അതുകൊണ്ട് നിങ്ങൾ വരുമ്പം ആരെങ്കിലും വിസയ്ക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പറാണ് അന്വേഷിച്ചിട്ട് മാത്രം വരിക. ഒരു ഉഡായിപ്പിലും ചെന്ന് പെടാതിരിക്കുക. ഓക്കെ, അപ്പം ഇനി അടുത്ത വീഡിയോ മംഗോളിയയിൽ എത്തിയിട്ടായിരിക്കും ചെയ്യുക. സോ എല്ലാവരും പറ്റുമെങ്കിൽ ഹോങ്കോങ് ഒന്ന് വിസിറ്റ് ചെയ്യുക. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഇറ്റ്സ് നൈസ്. അപ്പോൾ നിങ്ങൾ പറ്റുന്നവരെല്ലാവരും ഹോങ്കോങ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അതുപോലെ നിങ്ങളുടെ യാത്രകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ യാത്രകൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ഓക്കെ, വീണ്ടും കാണാം. ബൈ. സമയം രാവിലെ 9:30, 9:30 ആവുന്നുള്ളൂ. 9:30 ആയിട്ടില്ല. പക്ഷെ എല്ലാവരും ജോലിക്കൊക്കെ പോകുന്ന സീറ്റിലാണ്.